ഒരു ഇനി ഇറച്ചിക്ക് വേണ്ടിട്ട് ഇനി എന്തായിരിക്കും ആ കൂടി 3 കഷ്ണല്ലേ ഉള്ളൂ. വെള്ളത്തിലേക്ക് ആ അണ്ണന്റെ അവസ്ഥ ആലോചിക്കാം. ആ അണ്ണന് പേടിയില്ലേ? തിങ്കളാഴ്ച മീൻ, ബുധനാഴ്ച ചിക്കൻ, വെള്ളിയാഴ്ച ബീഫ്, ഞായറാഴ്ച ബീഫ്. ശരിക്കും മുതലായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് കിടക്കണം. അവധി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഹോളിഡേ പ്രത്യേകിച്ചും ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ സാർ. അത് ഇപ്പൊ ദൂരെ നിന്ന് വരുന്നവർക്കേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടു? മുട്ട, ക്രോക്കഡൈലിന്റെ മുട്ട കണ്ടേ, ചില്ലറ മുട്ടയൊന്നല്ല. ജിങ്ക. അപ്പൊ ഇതാണ് നമ്മുടെ ക്രോക്കഡൈൽ ഫാം. റേറ്റ് ഒക്കെ എത്രയാ ഇവിടെ? നമ്മുടെ വരുന്നത് 2 പേർക്ക് 60 രൂപ. പിന്നെ വന്നിട്ട് ക്യാമറ എടുക്കുന്നതിന് മൊബൈൽ ക്യാമറ എടുക്കുകയാണെങ്കിൽ 100 രൂപ അതിന് ഫീസ് ഉണ്ട്. അപ്പം 160 രൂപ പൊടി പിടിച്ചു. 1 മണി മുതൽ 2 മണി വരെയാണ് ഇവിടുത്തെ ഫീഡിംഗ് ടൈം. ഓ, അപ്പൊ ഈ മുതലകളുടെ ഫീഡിംഗ് ടൈമിലാണ്. അപ്പൊ നമ്മൾ ഏകദേശം ആ സമയമായി അല്ലേ? ആ സമയത്ത് കറക്റ്റ് 1 മണിയാ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഫീഡിംഗ് ടൈം ആണ് നല്ലതെന്നാണ് പറഞ്ഞത്. അവര് ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും. അതെ നമുക്ക് നോക്കാട്ടോ. ഇവിടെ ആക്റ്റീവ് അല്ല അവര്. ഇവിടെ കുറച്ച് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ അവർക്ക് തലതിരിച്ച് പോകും. അതെ, അതാണ് ഇനി ഇവിടെ ഒരു മാർഷ് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോക്കഡൈലിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആണ് എഴുതി വെച്ചേക്കണേ. ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയണേ. അതുപോലെ തന്നെ വാമായിട്ടുള്ള പ്ലേസസിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഇത് മഗ്ഗർ, ബ്രോഡ് സ്നൗട്ടഡ് ക്രോക്കഡൈൽ, മാർഷ് ക്രോക്കഡൈൽ എന്നൊക്കെയാണ് ഇതിന്റെ വേറെയുള്ള നെയിംസ്. ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ, വൾണറബിൾ ആന്ന് പറഞ്ഞേക്കണേ. അതെ, അവിടെ എഴുതിയിട്ടുണ്ട് ആനമലൈ ടൈഗർ റിസർവ്. അതിന്റെ ഡീറ്റെയിൽ അല്ലേ? അതെ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കണേ. ഇന്ത്യയിലെ തന്നെ 29th ടൈഗർ റിസർവ് ആണ് കേട്ടോ. സെക്കൻഡ് ഇൻ തമിഴ്നാട്. നമ്മുടെ അണ്ണന്മാര് ക്രോക്കഡൈൽസ്. എവിടെ? എന്റെ പറ്റി പിടിച്ച് മണ്ണിൽ കിടക്കണം. നോക്കിയേ, ഉറക്കാണോ അവര്? പ്രതിമയാണോ? അതന്നെ, ഉറങ്ങാൻ തോന്നണേ. ഇവരുടെ ആ സ്കിന്നൊന്ന് നോക്കിയേ, അടുത്ത് എന്തൊരു കട്ടിയാലേ സ്കിന്നിന്. മൂർച്ചേ, പേടിയാവൂലേ? എന്റെ പൊന്നെ, ശരിക്കും പേടിയാവുണ്ട്. അവർക്ക് ഫീഡിങ്ങിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടേ. ഇനിയാണ് ശരിക്കും നമ്മൾ. അതെ, അവരെ എണീറ്റ് തുടങ്ങിയിട്ടാ അല്ലേ? ഇപ്പൊ കിടക്കുവാണ്. തുടങ്ങിയിട്ടില്ല. അവനെ സ്മെല്ല് കിട്ടി കേട്ടോ. എറിഞ്ഞു കൊടുക്കുന്നു. ഓ, വെള്ളത്തിലേക്കാണ് ഇടുന്നത്. വെള്ളത്തിലേക്കാണ്. പക്ഷെ വെള്ളത്തിൽ മുതലുണ്ട്. അത് കണ്ടില്ലായിരുന്നു. ഇല്ല, അണ്ണൻ. എന്താ അല്ലേ, ആ മീറ്റിന്റെ മണം വന്നപ്പോഴേക്ക് എണീക്കണേ. മുതല പരുങ്ങുന്നത് വെറുതെ അല്ല. അവരങ്ങോട്ട് പോയി. നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, അങ്ങോട്ട് പോയി അവര്. അനങ്ങി തുടങ്ങി. വെള്ളത്തിലേക്ക് ചാടുക. ഇനി ഇറച്ചിക്ക് വേണ്ടിട്ട് ഇനി എന്തായിരിക്കും? ആ കൂടി 3 കഷ്ണല്ലേ ഉള്ളൂ. ഇല്ലതേ, ആ അണ്ണൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ അണ്ണന്റെ അവസ്ഥ ആലോചിക്കാം. ആ അണ്ണന് പേടിയില്ല? അണ്ണൻ ഇവിടെ ഇട്ട് കൊടുക്കുമായിരിക്കും. സമ്മതിച്ചല്ലേ അണ്ണൻ ഇത്ര ക്ലോസ് ആയിട്ട് വരണേ? എന്റെ പൊന്നെ, വേറെ ലെവലാണ് അണ്ണൻ. ട്രെയിൻഡ് ആയിരിക്കും അവര്. പിന്നെ അല്ലാണ്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? നോക്കിയേ, എണീറ്റ് പറഞ്ഞ നോക്കിയേ. ഇതെന്താ വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്? അറിയില്ല എന്താ സംഭവം, അറിയില്ല. വലിയ വലിയ പീസുകളാട്ടാ. വിശന്ന് വലഞ്ഞിരിക്കായിരിക്കും ഒക്കെ. ദേ വരണു അടുത്ത് കൊണ്ടിടണ അണ്ണൻ. അണ്ണന്റെ പുറകെ വരുന്ന ഓരോരുത്തർക്ക് ഓരോരോ പീസ് അങ്ങനെ വെച്ചിട്ടാണോ? ക്യാച്ച് ചെയ്യണോ? ഓക്കെ, ഡേഞ്ചറസ് ക്രോക്കഡൈൽസ് ആട്ടാ. പൊന്നു, അടുത്ത് കിട്ടണം അല്ലേ? കോഴിയാന്ന് തോന്നുന്നു. ഉറപ്പിച്ച്. ഇത് ചിക്കൻ ആണോ തോന്നണത് നമുക്ക് കാണുമ്പോ. വലിയ പീസ്, ലെഗ് പീസൊക്കെ വലുതായിട്ടാണ് മുറിച്ചേക്കണത്. നമ്മുടെ പോലെ കുഞ്ഞി പീസൊന്നും അല്ലല്ലോ കഴിക്കുക. അവിടെ ഒരു കുളമുണ്ട്. ഈ 3 കുളം അവർക്ക് 3 അല്ല, എത്ര കുളം ഉണ്ട്? 1 2 3 4 5 5 സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പൂള് പോലെ. ഒരുത്തന്റെ മേലേക്ക് പോണ നോക്കിയേ, മേലെ കൂടെ ചാടിക്കിടന്ന് പോണേ. ആഹാ, ഇപ്പൊ നടന്നു തുടങ്ങി. കണ്ണുണ്ട്, കണ്ണ് കാണുന്നില്ല തുറന്നതായിട്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? എണീറ്റ് പോയി കിടന്നു. അണ്ണൻ എണീറ്റ്. അണ്ണൻ എന്തായാലും ഞാൻ സമ്മതിച്ചു. എത്ര ട്രെയിൻഡ് ആയാലും ഈ ജീവികളുടെ മൈൻഡ് മാറാൻ ഒരു സെക്കൻഡ് മതി. ഇവർക്ക് മൈൻഡ് അറിയ പോലുമില്ല.
എൻ്റെ പൊന്നെണ്ണ. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കി നോക്കാം. അല്ല അണ്ണൻ തീറ്റ കൊടുത്തിട്ട് പോയി നോക്കാം. അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക. ആണോ? ആ ഡേഞ്ചർ അകത്താന്ന് തോന്നുന്നു. ആ ഡേഞ്ചറസ് ഐറ്റംസ് അകത്താന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ പൊന്നേ ദേവു നണ്ണൻ വെള്ളത്തിലേക്ക്. നീരാട്ടിനാണ്. ഭക്ഷണം കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയും കൊടുക്കണ്ടോ? ഇത് കുഞ്ഞുങ്ങളാ അല്ലേ? കുഞ്ഞ് ക്രോക്കഡൈൽസ്. തീറ്റ എറിഞ്ഞു കൊടുക്കണേ സാർ. ഇത് എന്നെ മീറ്റ് സാർ? ചിക്കനാ? ആ ചിക്കനാണ് കേട്ടോ. ചുറ്റുമുണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. നിറച്ച് കിടക്കുന്നു. ഓ ഇതെല്ലാം സ്മോൾ ആണ്. പക്ഷെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി അവർക്ക് കിട്ടിയേ? ഈ കാക്കകൾ കൊണ്ടുവരുന്നതാന്ന് തോന്നുന്നു മേലേന്ന്. ചേട്ടാ അവിടെ ഉണ്ടായിരുന്നോ? അവൻ തെറ്റിദ്ധരിച്ചൊരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് കടിച്ചു. ഇവിടെ ഒരു 2 എണ്ണം കൂടി ഉണ്ട്. പക്ഷെ അത് അവിടെ ഇല്ല, മുതലകളില്ല. ഇവിടെ 2 പോണ്ട് ഉണ്ട്. ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. തോന്നുന്നു. നമുക്ക് നോക്കാം. കാടായിട്ട് കിടക്കാണേ. പോണ്ട് ഉണ്ട്. ഉണ്ട്. പക്ഷെ സംഭവം ഇല്ല, മുതലില്ലാന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങള് ആണോ? കുഞ്ഞു മുതലകൾ അപ്പൊ ഇവിടെ ആയിരിക്കും ഇടാ. ഇത് കുഞ്ഞുങ്ങളാട്ടോ. കുഞ്ഞുങ്ങള് കിടക്കുന്നു. അയ്യോടാ അല്ലേ? നീ പാമ്പാന്ന് ഓർത്തോ? ചെറുതാ. 5 months. അവരെല്ലാരും ഈ ഫുഡ് തന്നെയാണോ കഴിക്കുന്നത്? അവർക്ക് കുഞ്ഞ് പീസ് ചിക്കൻ ആട്ടോ കൊടുക്കണേ. 5 months ആയിട്ടുള്ള ക്രൊക്കഡൈൽസ് ആണിത്. അത് നന്നായിട്ട് കഴിക്കുവാണെങ്കിൽ ഒരു 6-7 പീസൊക്കെ കഴിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇന്ന് കൊടുത്താൽ നാളെ ഇല്ല, ഒന്നരാടം ഫുഡ് ഉള്ളൂ. അതൊരു നേരം. എന്താ അല്ലേ, സ്റ്റാച്ചു പോലില്ലേ കാണാൻ? ജീവനുള്ള സംഭവം. ആ ഒരു ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് അനങ്ങണുണ്ട്. ആ തൊക്ക് കണ്ട, ആ വായയുടെ അടിയിലുള്ള ഒരു തൊക്ക് അനക്കം കണ്ട. ശരിക്കും ഒരു 1/2 മീറ്റർ അകലെ എന്നുള്ള ഡിസ്റ്റൻസിൽ എടുത്തേക്കുന്നതാണ്. ഈ കമ്പിയഴിക്ക് ഇടയ്ക്കോടെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കേണ്ടി വരുന്നത്. വാ പൊളിച്ച് തന്നെ ഇരിക്കും. എത്ര നേരമായെന്നറിയാം വാ പൊളിച്ചിരിക്കുന്നത്. ഒന്ന് ആക്രോശിച്ചാൽ നമ്മള് പേടിച്ചു പോണ്ടി വരും. അനങ്ങാണ്ടിരിക്കട്ടോ. അനങ്ങി എന്റെ അവന്റെ പോണ്ട് പറ്റി കിടക്കുവാണല്ലോ. നമ്മുടെ ലാസ്റ്റ് നമ്മൾ കണ്ടില്ലേ ആ ഒരു പൂള്, അവിടെ ഉള്ളത് 5 മാസം പ്രായമുള്ള മുതലകളാന്നാ പറഞ്ഞേ. അവർക്ക് കൊടുക്കണേ ചിക്കൻ പീസാണ് എല്ലാവർക്കും കൊടുക്കണേ. അതൊക്കെ നമ്മള് കഴിക്കണ ചിക്കൻ പീസ്. നമ്മൾ രണ്ടാം ഓപ്പോസിറ്റ് സൈഡ് കണ്ടതിനകത്ത് നീ പറഞ്ഞില്ലേ പാമ്പാന്ന് പറഞ്ഞില്ലേ? അത് പാമ്പല്ലാതെ പാമ്പിന്റെ പോലെ കാല് വളർന്നേ ഉള്ളൂ. നല്ല മുതലേ അത്. എല്ലാ മുതലകളാ. പാമ്പ് വലിയ പണ്ണുള്ള പാമ്പ് പോലെ തോന്നി. ഞാൻ അതിലില്ലാന്ന് വിചാരിച്ചു. തൊട്ടടുത്താണ് എന്റെ പൊന്നോ. കാരണം വെള്ളത്തിലേക്ക് പോവാണ്. ഇറങ്ങി അതെ അല്ലേ? ഇത് കണ്ടോ ഒരുത്തൻ കിടക്കുന്നുണ്ടോ? കുഞ്ഞു ഒരുത്തൻ. ഇത് എത്രയായിരിക്കും? ഇത് 1 വയസ്സൊക്കെ കാണുമായിരിക്കും. കുഞ്ഞു മുതല 1 വയസ്സൊക്കെ കാണുമായിരിക്കും. എന്നാലും ആലോചിക്കും, ഒന്നരാടാണെന്ന് ഇവര് ഭക്ഷണം കഴിക്കണം. എന്തായാലും ഇന്ന് കഴിച്ചാ പിന്നെ നാളെ കഴിക്കില്ലാന്ന്. അപ്പൊ അതായിരിക്കും ആർത്തിയില്ലായ്മയായിരിക്കും അവരുടെ ആരോഗ്യം. അതെ, നമ്മളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 6 നേരം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാ. 3 നേരം 4 നേരം ഒക്കെ കഴിക്കുന്നത്. കൊരങ്ങന്മാരെല്ലായിടത്തും ഉണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ കയ്യിൽ ഐസ്ക്രീം തട്ടിപ്പറിച്ചെടുത്തിട്ട് പോണോ നോക്കിയവൻ. മരത്തിന്റെ വെളി പോയിരിക്കുക. ഐസ്ക്രീം അച്ചടാ. ഐസ്ക്രീം കഴിക്കാണോടാ? കഴിക്കണം നോക്കിയവൻ. പൊളിച്ചല്ലേ? പൊളിച്ചു. എന്തിനാടാ എന്നാലും ഐസ്ക്രീം കഴിച്ചേ? തട്ടിപ്പറിച്ചിട്ട്. അല്ലാതെ അവൻ ആരും വാങ്ങിച്ചു കൊടുക്കാനാ? അവന്റെ ഭക്ഷണം അവൻ നോക്കണം. അതെ. இதென்ன இது இந்த மாதிரி ஓப்பனா இந்த crocodile இங்க கிடக்க அங்க க்ளோஸ் பண்ணி வச்சிருக்குதுன்னா அதுக்கு ரீசன் இங்க வந்து மேல காம்பவுண்டுக்கு மேல வந்து போக முடியாது. அதனால உள்ள இப்படி வச்சிருக்கு. ஓபன் பிளேஸ்னா அது வந்து வாட்ச் பண்ற மாதிரி இருக்கும். அல்ல அங்க க்ளோஸ் பண்ணி அது மாதிரி தண்ணிக்குள்ள அங்க வந்து ரொம்ப பக்கமா இருக்கனால வந்து நிறைய பேர் அதை வந்து தொந்தரவு பண்ற மாதிரி, டிஸ்டர்பன்ஸ் பண்ற மாதிரி இருக்கும். அதுக்கு வேண்டாம் അല്ലേ? അതോ ഡേഞ്ചറാ അതോ ഇതാ ഡേഞ്ചർ? രണ്ടുമേ ഡേഞ്ചർ. മോർ ഡേഞ്ചർ ഏത്? ഇതാ. ഓ இது ரொம்ப சைஸ்ல வந்து பெருசு.
அட்டாக் பண்றதுக்கு ரொம்ப வாய்ப்பு இருக்கு. അതെ അല്ലേ ഇതൊക്കെ എത്ര ഏജ് വരും இது ஏஜ் பாத்தீங்கன்னா 40 இருந்து 50 வரைக்கும் இருக்கும். ഇരിക്കല്ലേ ഇപ്പോ ഈ മാർഷ് ക്രോക്കഡൈൽ ഇങ്ങ இருக்கு. அது மட்டும் தான் இங்க. ഓ ഇതെല്ലാമേ മാർഷ് അല്ലേ അപ്പൊ ഇതുക്കുള്ള இருக்குது எல்லாமே ஒரே இது என்னதான். சின்னதெல்லாம் அங்கே இருக்கு. வயசு கம்மி. இதை நான் மிக்ஸ் பண்ணிட்டேன்னா அது சாப்பிடுவா? புரியல. அல்ல சின்னது அங்கே இருக்கு, பெருசு இங்கே இருக்கு. ஆனா சின்னதும் பெருசு கூட மிக்ஸ் பண்ணிட்டேன்னா சாப்பிடுமா? அது சண்டை வரும்ல, பெரிய சண்டை வரும். இப்ப இவரும் மட்டும் சண்டை இருக்கா? இவருக்கு இருக்குல்ல, டைம் வந்து பயங்கர சண்டை. அப்ப இப்பவும் பார்த்துட்டே இருக்கணும்ல. கண்டிப்பா நான் போய் காம்ப்ரமைஸ் ஆகும். போய் அது அடிக்கடி பார்த்துட்டே இருக்கணும். அதேல இப்ப சாப்பாடு டைம் ஒன் டே விட்டு ஒன்னட விட்டு சாப்பாடு. அப்ப எல்லாருக்கும் சாப்பாடு கிடைக்குமா? அது எல்லாத்துக்கும் கிடைக்குது. அதாவது ஃபுட் வந்து ஃபுல்லா ஒரு நாள் ஃபுல்லா சாப்பிட்டுச்சுன்னா ஒரு 4 days 5 days வந்து சாப்பிடாது. அப்படியே இருக்கும். தூங்குன மாதிரி இருக்கும். பசி இருக்கிறது மட்டும்தான் வந்து சாப்பிடும். அதான் அந்த தண்ணிக்குள்ள வந்து சாப்பிட்டு போகல, இல்லைன்னா சாப்பிடாது. அதான் சின்ன அங்கே அது மாதிரி தானே தூங்கி கொண்டு தானே இருக்குது. தண்ணிக்கு மேல இருக்குல்ல, அது பூரா அதிகமா சாப்பிடாது. தண்ணிக்குள்ள இருக்கிறது மட்டும்தான் விரும்பி சாப்பிடும். ஆனா பசி வரும் போல எல்லாமே தண்ணிக்குள்ள வருவா, தண்ணிக்குள்ள வந்து தானே வந்து அதுதானே தண்ணிக்குள்ள இது போடுறது. மேட்ல அப்படியே கறி போட்டோம்னா எடுக்க முடியாது, வாயில வந்து கப முடியாது. ஊசி எல்லாம் வரும்ல, தண்ணிக்குள்ள இருந்ததுன்னா ஈஸியா இருக்கும். ஆனா டிஸ்ட்ரிச் பண்ணதுல அதான். ஓகே ஓகே ஓகே. இது வாய் இந்த ஓபனா பண்ணி வச்சிருக்கல மவுத், அது உடம்பு ஹீட் வந்து வெளியே தள்ளிட்டு அதுக்காக. அல்லாண்டு நான் என்ன நினைச்சேன்னா காக்கைக்கு இல்லையா இந்த பக்கி எல்லாமே வந்து வாய்க்குள்ள போகும், அப்ப சாப்பிடுறதுக்காக. அது உடம்பு ஹீட் வந்து வெளியேற்றுறதுக்கு அது வாய் ஓப்பன் வச்சிருக்கு. பயம் இருக்கு இல்லையா? இல்ல அது பழகி நான் வந்து ஜாயின் பண்ணும்போது கொஞ்சம் பயம் இருந்துச்சு. பழகி அப்படியே நான் வீடியோ எடுத்திருக்கேன் ஆல்ரெடி. நீங்க உள்ள போகுது சாப்பாடு கொடுக்கறது எல்லாமே. ஆனா நம்ம அப்படி நினைச்சு இது என்ன பயமே இல்லையா? நம்ம வீட்டுல அப்படின்னா வீட்டுல உலக பெட் மாதிரி தான் தெரியும். புதுசா புதால் வந்தா அட்டாக் பண்றதுக்கு வாய்ப்பு இருக்கு. ரெகுலரா போறதுனால அது கொஞ்சம் தெரியுமா அவருக்கு? நம்ம ஸ்மெல் தான் ஸ்மெல். அதான் இந்த சிக்கன் இல்லையா, அது இங்க பக்கெட்ல கொண்டு வச்ச டைம்ல அங்கே அவரு டிஷ் பண்ணியாச்சு. சிக்கன் வந்தா ஃபாஸ்டா எடுக்கும், பீஃப் வந்தா ஆவரேஜ் எடுக்கவே செய்யாது. என்ன சாப்பாடு இருக்கு? பீஃப் சிக்கன், சிக்கன், ஃபிஷ். என்ன ஃபிஷ்ல ஸ்பெஷாலிட்டி இருக்கு? கடல் ஃபிஷ்ஷா? அது நார்மல் இல்ல நார்மல் ഡാം ഫിഷ് അല്ലേ? கடல் ஃபிஷ் வராது. ഓക്കേ ഓക്കേ. അണ്ണന്റെ സ്മെല്ല് അവർക്ക് അറിയാം. അതാ അപ്പൊ അറ്റാക്ക് പഴകി അപ്പൊ നമ്മളുടെ സ്മെല്ല് അവർക്ക് தெரியும். சாப்பிடும் அதுக்கப்புறம் தெரியும். புதால் போனோம்னா அட்டாக் பண்றதுக்கு வாய்ப்பு இருக்கு. അതെ. ஆனா பேரு அர்ஜுன். ஒர்க்கிங் டைம் 9 o'clock ஸ்டார்ட் பண்ணி 6:30 வரைக்கும். இது கவர்மெண்ட் அல்ல? சென்ட்ரல் கவர்மெண்ட், ஸ்டேட் கவர்மெண்ட் இல்ல? இல்ல சென்ட்ரல் கவர்மெண்டா? கவுண்ட் இருக்கு அண்ணா இவட எவ்வளவு என்ன இருக்கு? டோட்டலி 82 இருக்கு. 82 சின்னது எல்லாமே கூட்டி எல்லாமே கூட்டிட்டா. முட்டை எங்க இது? அது அங்க இந்த தொட்டி இருக்குல்லங்க, அது சுத்தி அந்த மணல் போட்டுருக்கும். அதுலயே குழியை தோண்டி அங்கேயே മുട്ട വെച്ച് അടകാത്തും அப்படியே കുഞ്ഞു വെച്ചു. അവരുണ്ടാകുന്നത് മുട്ടയിട്ട് മണലിന്റെ അകത്ത് മുട്ടയിട്ട് ഇതിന് ചുറ്റും ഈ മണലിന് ഈ വെള്ളത്തിന് ചുറ്റും മണൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കൂട്ടി വെച്ചേക്കുന്ന മണലിന്റെ അകത്ത് കുഴി ഇട്ടിട്ട് ആ കുഴിക്കകത്ത് മുട്ട ഇട്ടിട്ട് അത് വിരിയുന്നു. എത്ര നാൾ വേണം മുട്ട വിരിയതൊക്കെ? മുട്ട വിരിയ 50 60 90 നാൾക്കുള്ള. 90 നാൾക്കുള്ള അല്ലേ? അപ്പൊ കുഞ്ഞ വരും അല്ലേ? എത്ര വലിപ്പം വരും മുട്ടയ്ക്ക്? എഗ് കാണിച്ചു തരാണ്. അത് കൊള്ളാം കേട്ടോ. எக்கு வெளியே வச்சிருக்கா? அதான் உள்ள இருக்கு, நாங்க எடுத்து தனியா வச்சிருக்கோம். அந்த மாதிரி மீடியாக்காரங்க வந்தாங்கன்னா இல்ல இந்த ஃபாரினர்ஸ் வருவாங்க, அவருக்கு பாக்குறதுக்காக வாஷ் பண்றது. அப்ப இந்த எத்தனை டேஸ் ஆகல எக் இது வந்து 3 months இருக்கும். 3 months അതിന് മുട്ട ചെയ്യുക ഒരു കുപ്പിക്കകത്ത്. நம்ம கோழி முட்டைக்காலும் கொஞ்சம் பெருசா இருக்குல்ல?
ചേഞ്ച് ആയിച്ച് ഇതെന്നാ ഇപ്പൊ വരുവാ ഇത് ഉള്ള ഇരിക്കാ ഇല്ല ഇല്ല ഇത് ഡാമേജ് ആവുക ഡാമേജ് മുട്ട അല്ലേ മൂന്നെണ്ണം ഇരിക്കല്ലേ ടൂറിസ്റ്റുകൾക്കെല്ലാം ഇത് പാത്ത് കൊടുക്കല്ലേ എത്ര ഏജ് ആകുമ്പോ ഇത് മുട്ട ഇടും ഫസ്റ്റ് ടൈമില് ഒരു 16 വയസ്സിലല്ലേ അപ്പൊ തന്നെ ഇത് മുട്ട ഇടാൻ തുടങ്ങി എത്ര വയസ്സ് വരെ ഇടും ഇവര് അതൊരു 45 വയസ്സ് 50 വയസ്സ് വരെ 50 വയസ്സ് വരെ ഇടും അല്ലേ അപ്പൊ ആണും പെണ്ണും ഇതിന്റെ തന്നെ ഉണ്ടോ അതോ ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ മിക്സ് ആണോ എല്ലായിടത്തും മിക്സ് അല്ലേ സ്ഥലത്തുണ്ട് സെപ്പറേറ്റ് വെച്ചിട്ടില്ല അവരെ എല്ലാം മിക്സ് ഒന്ന് രണ്ടൊക്കെ ഇപ്പൊ നമ്മളെ പുറത്തു പോകുന്നതൊക്കെ ഈ ഡാമിൽ നിന്ന് പുറത്തു പോകും അതെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക അല്ല പുറത്തും ഉണ്ടോ അതെ ഈ ഡാമിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് അമരാവതി ഡാമിൽ ഞങ്ങള് വന്നത് അറിഞ്ഞില്ല അതെ അപ്പൊ പേടിയാവൂലേ അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യല അത്ര പെട്ടെന്ന് മനസ്സിലൊന്നും ചെയ്യല ഇല്ലല്ലേ സാർ നല്ലൊരു മലയാളം പറയുന്നത് കാന്തല്ലൂർ എവിടെ കാന്തല്ലൂർ പുത്തൂരിന്റെ അടുത്ത് പുത്തൂര് ഞങ്ങൾ കാന്തല്ലൂർ പോകാനായിട്ടിരിക്കുന്നു അതെ അതെ തലച്ചൂർ കടവ് കോവിൽ കടവ് കോവിൽക്കടയിൽ നിന്ന് 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി 18 വർഷമായി 18 ഓ ഫാമിലി ഒക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേ അതെ അല്ലെ അതിന്റെ അകത്തുള്ള ഈ ഇതിനെ മുതലേ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടിടുവാണോ ഇത് ഇവിടുന്ന് വെള്ളം തുറക്കുമ്പോ ഇഷ്ടംപോ വെള്ളം ഓവറായി തുറന്നു വിടും ഇപ്പൊ തുറന്നു വിട്ടേക്കുന്നത് അതാണോ അല്ലല്ലോ ഇപ്പൊ തുറക്കുന്ന ചെറുതായിട്ടാ ഒത്തിരി വെള്ളം കൂടി വരുമ്പോ ഇവിടെ മഴയാകുമ്പോ ഇഷ്ടംപോലെ വെള്ളം തുറന്നു ആ സമയത്ത് 1-2 കുഞ്ഞിനെ പോകും അതിനെ പിടിച്ചിട്ട് അത് നമ്മളിപ്പോ എവിടെയെങ്കിലും തോട്ടത്തിൽ നിന്ന് കയറുമ്പോ പിടിക്കും 1-2 എല്ലാം ഇതല്ല ഇത് പഴയത് 75 തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് അതെ അല്ലേ കുഞ്ഞുങ്ങൾ ഇവിടെ വിരിഞ്ഞതുകൊണ്ട് അതെ അപ്പൊ അതിന്റെ അത് ശരിക്കും അതിന്റെ അകത്തും മുതലേ ഉണ്ട് അവിടെ മനുഷ്യരെ ഉപദ്രവിക്കുമോ അവര് ഇല്ല അല്ലേ പിടിക്കാൻ ദിവസം പോകുന്നുണ്ട് ഒന്നും ചെയ്യും അവരെ അല്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ മനുഷ്യർ അത്ര ഇതായിട്ട് അതെ അല്ലേ മുതല മാത്രമാണോ ചീങ്കണ്ണി അങ്ങനെ ഉണ്ടോ ഇല്ല മുതല മാത്രമേ ഉള്ളൂ മുതല മാത്രം അല്ലേ സാറിന്റെ പേര് ശരിക്കും എന്റെ പേര് മണികണ്ഠൻ മണികണ്ഠൻ ഇതിന് എന്നാ സാർ ഇവിടെ അവധിയാന്ന് പറഞ്ഞത് അവധി ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ച ആഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും അവധിയാണ് സൺഡേ ഓപ്പൺ ആണോ സൺഡേ ഓപ്പൺ ആണ് വേറെ പബ്ലിക് ഹോളിഡേയുടെ ടൈമിലോ എല്ലാ ദിവസവും ലീവില്ല ഓപ്പൺ ചൊവ്വാഴ്ച മാത്രമാണ് പബ്ലിക് ലീവ് വിടുമ്പോ നമുക്ക് അന്ന് കൂട്ടം ഇങ്ങോട്ട് വരുന്നതായിരിക്കും അന്നൊന്നും അവധിയാകുമ്പോ ബുദ്ധിമുട്ടായിരിക്കും അതെ 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 നേരാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചൊവ്വാഴ്ച മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ അവധി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ഹോളിഡേ പ്രത്യേകിച്ചും ഉണ്ട് അല്ലേ ഫീഡിങ് ടൈം എല്ലാ ദിവസവും അതായത് ആഴ്ചയിൽ 4 ദിവസം മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ച മീന് 1:30 ഇടും 1:30 തിങ്കളാഴ്ച മീന് ബുധനാഴ്ച ചിക്കൻ വെള്ളിയാഴ്ച ബീഫ് ഞായറാഴ്ച ബീഫ് 4 ദിവസം ശരിക്കും മുതലായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ എന്നിട്ട് ഇവിടെ വന്ന് കിടക്കണം അല്ലേ പക്ഷെ ഇവരുടെ ഈ ഇൻഫർമേഷൻ ഓക്കെ പക്ഷെ നമുക്ക് ഇവരുടെ ഈ ആരോഗ്യം ഇപ്പൊ ഈ 1-1.5 ദിവസം കൊണ്ട് ഓക്കെ ആവും അതെ ഇത് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഒരു നല്ല ഫുഡ് എടുക്കുവാണെങ്കിൽ ഒരു 2 കിലോ 3 കിലോ എടുക്കുവാണെങ്കിൽ 5 ദിവസത്തേക്ക് ആണെങ്കില്ല അത് ദഹിക്കാൻ ഒത്തിരി സമയം നാക്കില്ല ഇങ്ങനെ എടുത്ത് മുഴുകുന്ന മാത്രമേ ഉള്ളൂ അതിന്റെ അകത്ത് കിടന്ന് ദഹിക്കണം ഈ പാമ്പിനെ കൂട്ട് എല്ലാം അത് തന്നെ ദഹിക്കണം ടൈം എടുക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല അവിടെ തന്നെയാണല്ലോ അല്ലെ നല്ല ബലം അവരെ കാണുമ്പോ തന്നെ അറിയാം അല്ലെ ഭയങ്കര സ്പീഡായിരിക്കും അതാണ് എന്നിട്ട് തന്നെ ഇവർക്ക് ആയുസ് എന്ന് പറയുന്നത് 60 to 80 അപ്പൊ എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ സാർ അത് ഇപ്പൊ ദൂരെ നിന്ന് വരുന്നവർക്കേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറ് രണ്ടാമത് വന്ന് പറഞ്ഞപ്പോ തന്നെ അത് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി അത് നല്ല കാര്യമാണ് സാർ അത് പറഞ്ഞു തന്നെ അപ്പൊ എന്തായാലും നല്ലതാവട്ടെ സാർ നല്ല തീർച്ചയായും നല്ല അങ്ങനെ നമ്മൾ എന്ത് കണ്ടു മുട്ട കടയിലെ മുട്ട കണ്ടേ ചില്ലറ മുട്ടയൊന്നല്ല അതെ ഈ കോഴിമുട്ടയില്ലേ നമ്മുടെ വലിയ കോഴിമുട്ടകളില്ലേ ഡബിളുണ്ണി ഒക്കെ ഉള്ള മുട്ടയുണ്ട് അപ്പൊ ഡബിളുണ്ണി ഉള്ള മുട്ടയുണ്ട് ആ മുട്ടയുടെ വലിപ്പമേ ഉള്ളൂ ഈ ഇതിന്റെ മുട്ടയ്ക്ക് കേട്ടോ മുതലയുടെ മുട്ടയ്ക്ക് അതാണ് ഈ സൈസുള്ള സാധനങ്ങളാണ് അതാണ് ആ സൈസുള്ള സാധനങ്ങളാവുന്നതേ
എന്റെ പൊന്നെ അത് കണ്ടേ മനുഷ്യരെ പോലെ തന്നെ നമ്മളീ കുഞ്ഞുങ്ങളായിട്ട് പിന്നത്തെ ഇപ്പൊ ഇതുപോലത്തെ വലിയ ജപട്ടന്മാരാവണത് ഇങ്ങനെയല്ലേ? ആ കഴുതകളാന്ന പോലെയൊക്കെ ഉണ്ട്. നോക്കാം എന്തായാലും നോക്കാം നമുക്കത്. ആ കൊരങ്ങച്ചൻ ഇവിടെ ഉണ്ടോ നോക്കിക്കോട്ടോ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോവാൻ. മൊബൈൽ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറയാൻ. ഇതൊരു ഫാമാണ്. പാർക്ക് സെറ്റപ്പ് ഒക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആണ്. ഇവിടെ നിന്നുള്ള ഒരു ലുക്ക് നോക്കിയാൽ മരങ്ങളുടെ ഇടയിൽ ആ കുഞ്ഞു പാലൊക്കെ അടിപൊളിയായിട്ടില്ലേ? നല്ല രസമുണ്ട്. നല്ലൊരു ബ്യൂട്ടി. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കുറെ ഉണ്ടല്ലേ? അവിടെ ഉണ്ട് കേട്ടാ. ആ ഒരു സെക്ഷന് മുതലുകളാന്നാ തോന്നണേ. അടിപൊളിയുണ്ട് ഇവിടെ. ആദ്യേട്ടൻ ഇരിപ്പുണ്ടല്ലോ അവിടെ. വലിയ ആദ്യേട്ടൻ ഇത് ചിന്നു. അതല്ല, ഞാൻ കാണിച്ചുതരാട്ടോ. ആദ്യേട്ടനെ ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മള് പറഞ്ഞ നമ്മുടെ ആദ്യേട്ടൻ. ചിന്നു, ഈ തല ഇവിടെ ഇരുന്നായിരിക്കും. ആണോ? അല്ല അല്ലേ? അല്ല അല്ല, അത് വേറെ. അത് വേറെ. പക്ഷെ കണ്ടിട്ട് എനിക്ക് അതേപോലെ, കാരണം അതിന് തലയില്ല അല്ലേ? കൊള്ളാലോ. കുട്ടികൾക്കല്ല സംഭവങ്ങളെ. രസമുണ്ട് കേട്ടോ ശരിക്കും അല്ലേ? അടിപൊളി കാണാൻ. ഈ ഒരു ഏരിയ അതിമനോഹരാണേ. മരങ്ങളുടെ ചില്ലകളെ ഭയങ്കര ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് വരച്ച പോലെ, ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് അല്ലേ? ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓടിച്ച് എന്ത് രസമായിരിക്കും അല്ലേ? ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അല്ലേ? പക്ഷെ എന്ത് രസം അല്ലേ? ഓരോ അവസ്ഥ. കുഞ്ഞു പിള്ളേർക്ക് പണിതിട്ടേക്കുന്നതാണേ, നമ്മളായിട്ട് നശിപ്പിക്കണ്ട. പുഴുവാണോ? പുഴു 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 പുഴു. പറ്റിയ സ്ഥലത്ത് തന്നെയാണല്ലോ കയറി ഇരുന്നത്. പറ്റിയ സ്ഥലത്താണല്ലോ കയറി ഇരുന്നേ. ഇതേ കൂടെ കേറുന്നല്ലേ പിള്ളേരെ? അതെ 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 അല്ലേ? മുകളിലേക്ക് കയറി ഇറങ്ങണം. നമ്മളിപ്പോ കേറണ്ട. ഒരു ടൈഗർ ഉണ്ടല്ലോ അവിടെ. ഒരു ടൈഗർ നിപ്പുണ്ട്. അതെ അതെ. ഞാൻ എന്നെയാണോ? ഇത് നോക്കി, എന്തോ പുള്ളി എന്തോ ആലോചിച്ച് അല്ലേ? അതെ, ആലോചിച്ചിരിക്കുകയാണ്. ഞാനൊരു സംഭവ എന്നുള്ള രീതി. ഇവിടെ നല്ല നല്ല പുല്ലൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് ചെടിയാന്നറിയാവോ? ഏത് ചെടിയാ ചേട്ടാ? ഈ ചെടി എന്താന്നറിയാവോ? ഇല്ല. ഇല തന്നെ. എന്നാലും നമുക്ക് മനസ്സിലാവൂ. എന്താ പറ. ഈ മണം എനിക്കറിയാം, എന്താന്നറിയില്ല. അത് ശരി. ഇവിടെ നിന്ന് നിൽക്കട്ടെ. അയ്യോ, ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന കോഴി. അയ്യോ, ഇതാണ് ടൈഗർ റിസർവ് അല്ലേ? ടൈഗർ. ആ നിപ്പ് കണ്ടോ? അടിപൊളിയല്ല. ഈ മരങ്ങൾ നോക്കി, മരം ടച്ച് ചെയ്യുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അതെയോ? അവൻ നിക്കുന്ന നിപ്പ് തന്നെ ഔഷരില ആ പ്രതിമ ഉണ്ടാക്കിയേക്കണ കേട്ടോ. കൊള്ളാം, അടിപൊളി. നോട്ടം നോക്കി. കൊള്ളാം അല്ലേ? കൊള്ളാം. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം, നല്ല രസമാണ്. നീറ്റായിട്ട് അവര് നോക്കുന്നുണ്ടല്ലോ. നല്ല ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും കൂടുതൽ. ഈ മരം ഇങ്ങനെ നിൽക്കുന്നോണ്ടേ, ഇങ്ങനെ നിൽക്കുമ്പോ കാണാൻ ഭയങ്കര രസം. അത് അതിന്റെ ഇടയ്ക്കാണ് ഇത് നിൽക്കുന്ന ടൈഗർ. ഉണ്ടാ പുറകില് അല്ലേ? ഇത് രസം നോക്കി. അവിടെ ഒരു മരം കൊത്തി ഇരിക്കണ വേഴാമ്പൽ. മാറിപ്പോയതാ. ഈ ചുമര് നോക്കിയേ, ഈ ചുമരുമുള്ള ചിത്രപ്പണികൾ നോക്കിയേ. അത് ഇതാണ് വരയാട്. വരയാടുകൾ. അത് വരയാടുകളെ കുത്തിവെച്ചിരിക്കുന്നതാണ്. വരയാട്, കാട്ടുപോത്ത് ഒക്കെ ഉണ്ട്. നല്ല നല്ല പടങ്ങളൊക്കെ വരച്ച് കൊച്ചു കുട്ടികൾക്ക് എന്റർടൈൻ ചെയ്തൊക്കെ രീതിയിൽ നല്ല സെറ്റ് ആക്കി അവർക്കും നല്ല ത്രില്ലിൽ വരാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. കൊള്ളാം അല്ലേ? എന്ത് അത്? കുതിരയാണ് അത്. കുതിരയാണ്. ഇതൊക്കെ കണ്ടല്ലേ വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെ കുതിര ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കര വിരളവാ അല്ലേ? കൊള്ളാം അല്ലേ? അവിടെ മറ്റേ സീസോ ഊഞ്ഞാലുണ്ട്, അത് നല്ല രസമായിരിക്കും. അവര് പുറകിലിരുന്ന ആടുവാണേ, പാവങ്ങള്. അവരുടെ കുട്ടിത്തം അവരെ ആസ്വദിക്കുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അല്ലെ എപ്പോഴും ചെറുപ്പത്തിലേക്ക് പോവാൻ തന്നെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. സ്കൂളിൽ അങ്ങനെയൊന്നല്ല കേട്ടോ, പഠിക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞേ. ചെറുപ്പാവസ്ഥയിൽ കിഡ്സ് ആയിട്ടിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം. വലുതായി കഴിയുമ്പോഴാണ് സ്വന്തമായിട്ട് പണിയെടുക്കണം, എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോ അവർക്കും ആരെങ്കിലും കൊണ്ടിരുന്ന പൈസ കൊണ്ട് കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു നമ്മൾ ആലോചിക്കും. ഇവിടെ നമ്മുടെ ഒരു വമ്പൻ ആനയുണ്ടല്ലോ. ഇത് കയറി വരുമ്പോ തന്നെ ഉള്ളിടമാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഫ്രണ്ടിലേക്ക് തന്നെ എത്തി. മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ ഈ ആന. പക്ഷെ നല്ല ഒറിജിനാലിറ്റി തോന്നണല്ലേ? അടിപൊളിയായിട്ടല്ലേ? ഫ്ലാറ്റ് ആണ്, പക്ഷെ അത് നല്ല രസമുണ്ട്. ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഡിസൈനിൽ അത് അവര് ചെയ്തു വെച്ചേക്കുന്ന കണ്ടപ്പോ തന്നെ അല്ലേ? നേരെ നിൽക്കുന്നതാണ് ഒരു 3 ഡയറക്ഷനായിട്ട് തന്നെ ഒരു അല്ലേ? ഡോണ്ട് ടച്ച് എന്നും കൂടെ നോക്കിയേ കണ്ടോ? നേരെ നമ്മുടെ നേരെ നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ ഇവിടെ നോക്കുമ്പോ. പക്ഷെ അത് എന്റെ കനം കാണിച്ചു കൊടുക്കാം. ഇത് കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ വീതി. കണ്ടോ? ഇതിപ്പോ വീഡിയോയിൽ വരുമ്പോ ഇങ്ങനെ വരും. ഇതിനെ നമ്മുടെ ക്യാമറ ഇങ്ങോട്ട് ഇങ്ങനെ
ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് കണ്ടോ, ശരിക്കും ഒരു കാട്ടില് നിൽക്കുന്ന ഫീലില്ലേ? ഐഡിയ കൊള്ളാം അല്ലേ? അധികം എക്സ്പെൻസീവ് ആയിട്ടില്ല. എക്സ്പെൻസ് ബുദ്ധിക്കാണ് പൈസ, അല്ലാണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്തെന്നാ, അങ്ങനെ നമ്മൾ അതിന്റെ മുട്ട കണ്ടു, മുതലകളെ കണ്ടു. എല്ലാവരും നല്ല ഡേഞ്ചറസ് മുതലകളാണ് കേട്ടോ. ഇവര് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവരുടെ സ്മെല്ല് അതൊക്കെ അവർക്ക് മനസ്സിലാവണോണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യാണ്ട് നിക്കണേ. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവരെ മനസ്സിലാവുന്നുണ്ട്, അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇവിടെ വരുമ്പോഴും നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് ഇരിക്കുക, നമ്മുടെ സാധനങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസാ എല്ലാവർക്കും അല്ലേ? തമിഴ്നാട്ടിൽ തന്നെ 3 ഉള്ളതെന്നാ പറയുന്നത്. അതെ അതെ. അതിലെ ഒരെണ്ണം ഇത്, ഒരെണ്ണം ചെന്നൈയിൽ, ഒരെണ്ണം എവിടെ വിട്ടുപോയത്. അപ്പൊ വെറൈറ്റി ബ്രീഡുകൾ ഇവിടെയാണ് കൂടുതലും വരുന്നത്. അത് ആനമലൈ ടൈഗർ റിസർവ് അല്ലേ? ഒന്നരാടൻ ആഹാരം കഴിച്ച് അവൻ ഇത്രയും വളർന്ന് ഇതേപോലെ വന്നു. മനുഷ്യന്മാര് 3 നേരം കഴിച്ച് 4 നേരം കഴിച്ച് നിൽക്കുന്ന ആൾക്കാർ അല്ലേ? പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ക്രൊക്കഡൈൽ ഫാം. അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ടൂറിനോ ഒരു ട്രിപ്പിനൊക്കെ വരുവാണെങ്കിൽ ഇവിടെയും കൂടി വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്കത് കാണാൻ പറ്റി തീറ്റ കൊടുക്കുന്നത്. നാളെ വന്നെങ്കിൽ നടക്കത്തില്ല, ഇന്നലെ വന്നിരുന്നെങ്കിൽ നടക്കത്തില്ല. നോക്കിയതാണ് കേട്ടോ. അപ്പൊ ഇന്നലെ വരാത്തതും നല്ലതായി. അപ്പൊ നിങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോരെ, ഇന്ന് ഫീഡിംഗ് ഉള്ള ടൈം ആണോ എന്ന് ചോദിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് അവർ ഫുഡ് കഴിക്കണതൊക്കെ കാണാനായിട്ട് പറ്റും. ചുമ്മാ അനങ്ങാണ്ട് കിടക്കുന്ന അതെ, വെറുതെ ഇങ്ങനെ കിടക്കും വായി പൊളിച്ച്. നമുക്ക് കാണുമ്പോ രസമാണ്, പക്ഷെ അവനെ ഒന്ന് തുള്ളിച്ചാടി നടക്കുന്ന കാണണമെങ്കിൽ അത് ഫീഡിംഗ് ടൈമിൽ തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പൊ അടിപൊളിയാവട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വന്ന് നോക്കാം. താങ്ക് യു, ടേക്ക് കെയർ. ജിങ്ക